എറണാകുളം ജില്ലയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലിനോടും മുനമ്പം അഴിയോട് ചേർന്ന് തൃശൂർ ജില്ല അതിരായി വൈപ്പിൻ ബ്ലോക്കിൽ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ആതുര സേവന രംഗത്ത് കൈവരിക്കാൻ സാധിച്ച നേട്ടങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ പുരോഗതിയെക്കുറിച്ചും പൂർത്തീകരിക്കാൻ സാധിച്ച റോഡുകൾ, കാനകൾ, കലങ്കുകൾ, മറ്റ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഭവനങ്ങൾ, കൂടാതെ മാലിന്യ സംസ്കരണ മേഖലയിലുണ്ടായ വളർച്ച, മത്സ്യബന്ധന മേഖലയിൽ കൈവരിക്കാൻ സാധിച്ച പുരോഗതികൾ, പഞ്ചായത്തിലെ സാംസ്കാരിക നായകന്മാർ നമ്മുടെ പഞ്ചായത്തിന് കൈവരിക്കാൻ സാധിച്ച വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും തയ്യാറാക്കിയിട്ടുള്ള ഹ്രസ്വ ദൃശ്യാവിഷ്കാരത്തിലേക്ക് നിങ്ങളെ ഏവരെയും ക്ഷണിക്കുന്നു. ചെറായി ദേവസ്വം നടയിൽ നിലകൊള്ളുന്ന പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് സമുച്ചയം പഞ്ചായത്തിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ഉൾപ്പെടുന്ന ഭരണസമിതിയും പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന വിവിധ വാർഡുകളിലെ മെമ്പർമാരും. മുസ്രിസ് ബീച്ച് വിനോദസഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന മുനമ്പം ബീച്ചിലെ മുസ്രിസ് ബീച്ച് പാർക്ക്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരികെ വരുന്ന മത്സ്യത്തൊഴിലാളികളും വള്ളവും. കഴിഞ്ഞ 5 വർഷം മുമ്പ് ഇരിങ്ങാലക്കുടയിൽ നിന്നും പള്ളിപ്പുറം 22-ാം വാർഡിൽ വന്ന് താമസിച്ച ഇവരുടെ അനുഭവങ്ങൾ ഇവർ പങ്കുവയ്ക്കുന്നു. ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഇവിടെ വന്ന് പള്ളിപ്പുറത്ത് നിന്ന് 22-ാം വാർഡിൽ വാടക താമസിച്ചു. പിന്നെ ഇവിടെ മെമ്പർ ഇടപെട്ട് ഞങ്ങൾക്ക് ദാരിദ്ര്യയുടെ രേഖയിൽപ്പെടുത്തി ഒരു വീടിനുള്ള സൗകര്യം ചെയ്തു തന്നു. പിന്നെ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു തരുന്നുണ്ട്. മെമ്പറുടെ സഹായം കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോണത്. ഞങ്ങളുടെ 22-ാം വാർഡിലെ മെമ്പർക്കും പള്ളിപ്പുറം പഞ്ചായത്തിനും ഞങ്ങൾക്ക് രീതി നേരിടുന്ന എല്ലാ സഹായങ്ങൾക്കും നന്ദി. പള്ളിപ്പുറം പോത്തംവളവ് പടിഞ്ഞാറ് വശം കോൺക്രീറ്റ് ടൈലിനാൽ അതിമനോഹരമായി പൂർത്തീകരിക്കാൻ സാധിച്ച റോഡ്, ഇട റോഡ്, ടാർ ചെയ്ത റോഡിനോടനുബന്ധിച്ച് കാന നിർമ്മാണം പൂർത്തീകരിച്ചു. പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ അങ്കണവാടിയുടെ മുൻവശത്തുള്ള റൂഫ് വർക്ക്. പള്ളിപ്പുറം ഗവൺമെന്റ് LP സ്കൂൾ വിജ്ഞാനവും വിനോദവും കൂട്ടിയിണക്കുന്നതിനായി നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന വിവിധങ്ങളായ വിനോദ ഉപാധികൾ. വർണ്ണക്കൂടാരം, മനോഹരമായ പൂന്തോട്ടം എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു.
ആതുര സേവന രംഗത്തെ പള്ളിപ്പുറത്തെ ആതുരാലയം, പള്ളിപ്പുറം ഗവൺമെന്റ് ആശുപത്രി. ചരിത്രപ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ പള്ളിപ്പുറം മഞ്ഞുമാത ബസലിക്കയിലേക്ക് ഹൈവേ റോഡിൽ നിന്നും പള്ളിയങ്കണത്തിലേക്ക് കടന്നു വരാനായിട്ട് തയ്യാറാക്കിയിരിക്കുന്ന മനോഹരമായ കോൺക്രീറ്റ് ടൈലിനാൽ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്ന നടപ്പാത. പള്ളിപ്പുറം കുഞ്ഞിത്തൈ കടത്തുവോട്ട് കാത്തിരിപ്പ് കേന്ദ്രം, വനിതകളുടെ ഫിറ്റ്നസ് സെന്റർ, ഈ ഭരണസമിതിയുടെ കാലയളവിൽ പൂർത്തീകരിച്ച അത്യാധുനികമായ പള്ളിപ്പുറം വില്ലേജ് ഓഫീസ്, കോവിലകത്തുംകടവിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി, വനിതകളുടെ യോഗ പരിശീലന കേന്ദ്രം, ഫിസിയോതെറാപ്പി സെന്റർ, ധാന്യാമ്ല യൂണിറ്റ്, നീര് വറ്റുന്നതിനും ധാര ഒഴിയുന്നതിനും സജ്ജീകരിച്ചിരിക്കുന്ന ധാന്യാമ്ല യൂണിറ്റിനെ കുറിച്ച് സിസ്റ്റർ നമ്മളോട് വിശദീകരിച്ചു തരുന്നു. മഴവെള്ള സംഭരണി, കോവിലകത്തുംകടവിൽ പ്രവർത്തിക്കുന്ന അക്ഷര വായനശാലയും ഗ്രന്ഥശാലയും, കോവിലകത്തുംകടവ് കിഴക്ക് അതിമനോഹരമായ രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ള കോൺക്രീറ്റ് ടൈലിനാൽ നിർമ്മിച്ച റോഡുകൾ, കാനകൾ, കലങ്കുകൾ, പള്ളിപ്പുറം കൈത്തറി നെയ്ത്തുൽപാദന കേന്ദ്രം, എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല പച്ചത്തുരുത്തിനുള്ള ബഹുമതി നേടിയ മുസരിസ് ബീച്ചിലെ പച്ചത്തുരുത്ത്, പള്ളിപ്പുറത്തെ കയർ ഫെഡ് സമുച്ചയം, ചെറായി ദേവസ്വം നടയിൽ സംരക്ഷിച്ചു പോരുന്ന
കിണറും ചുവട് താങ്ങിയും. ചെറായി ദേവസ്വം നടയിലെ ടേക്ക് എ ബ്രേക്കും ചത്തുരവും. കുടുംബശ്രീ സംരംഭമായി ചെറായി ദേവസ്വം നടയിൽ പ്രവർത്തിക്കുന്ന വനിതാ ക്യാന്റീൻ. ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി 2022-23 പള്ളിപ്പുറം മിനി ഹാർബറിന് സമീപം പ്രവർത്തിക്കുന്ന വനിതാ സംരംഭം. പുണ്യപുരാതനമായ മുനമ്പം ജുമാ മസ്ജിദ്. മുനമ്പം കടപ്പുറം വേളാങ്കണ്ണി മാതാ ദേവാലയം. കോവിലകത്തുംകടവ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഒരു കുടുംബശ്രീ സംരംഭം. കോവിലകത്തുംകടവിൽ പ്രവർത്തിക്കുന്ന വനിതാ സംരംഭമായ ഉണക്കമീൻ സംസ്കരണ യൂണിറ്റ്. പഞ്ചായത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും വരുമാനമാർഗമായ മത്സ്യബന്ധന, വിപണന, സംസ്കരണ മേഖലകൾ. കെട്ടിട നിർമ്മാണ മേഖല. 100-ൽ പരം വനിതകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനായിട്ട് ഒരുക്കിയിരിക്കുന്ന തയ്യൽ പരിശീലന കേന്ദ്രം. കോവിലകത്തുംകടവിലെ കുടുംബക്ഷേമ ഉപകേന്ദ്രം. അത്യാധുനിക രീതിയിൽ പൂർത്തീകരിച്ചിട്ടുള്ള അങ്കണവാടി. കോവിലകത്തുംകടവിലെ അഭയകേന്ദ്രം. പള്ളിപ്പുറം കോവിലകത്തുംകടവിൽ നിലകൊള്ളുന്ന സിദ്ധ വൈദ്യശാല. ചെറായി ദേവസ്വം നടയിൽ ജൈവോൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി ഒരുക്കിയിരിക്കുന്ന ഇക്കോ ഷോപ്പ്. ആയുഷ് പ്രാഥമികാരോഗ്യ കേന്ദ്രം, ഹോമിയോപ്പതി. ഗ്രാമപാത. കോവിലകത്തുംകടവ് SV ബസാറിൽ നിന്നും ആരംഭിച്ച് ഏകദേശം 1 കിലോമീറ്റർ കിഴക്കോട്ട് ചെന്ന് വീണ്ടും തെക്കോട്ട് തിരിയുന്നു. സമയദൈർഘ്യം ലഘൂകരിക്കുന്നതിനായിട്ട് അല്പം വേഗത വർദ്ധിപ്പിച്ചാണ് ഈ ദൃശ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഗ്രാമീണ സൗന്ദര്യം ആസ്വദിക്കുന്നതോടൊപ്പം
ഉൾഗ്രാമത്തിന്റെ ഭംഗിയും നമ്മുടെ മനം കുളിർപ്പിക്കുന്നു. നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഗ്രാമപാത ഒത്തിരി വളവുകളും തിരിവുകളും താണ്ടി ചെറായി ചക്കരക്കടവ് ബസ് സ്റ്റോപ്പിലേക്കാണ് നമ്മൾ എത്തിക്കുക. രക്തേശ്വരി ബീച്ചിലെ പൊതുശ്മശാനം. മാലിന്യ സംസ്കരണത്തിനായി വിവിധ ഇടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള മിനി MCFകളിലൊന്ന് രക്തേശ്വരി ബീച്ചിനോട് ചേർന്നുള്ള പൊക്കാളിപ്പാടം. രക്തേശ്വരി പടിഞ്ഞാറ് വശം സ്ഥിതി ചെയ്യുന്ന കാപ്പുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മൊട്ടുകഴുവ. നിർമ്മാണം പൂർത്തീകരണത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്ന പള്ളിപ്പുറം കച്ചേരി മൈതാനം. വിദേശികളെയും വിനോദസഞ്ചാരികളെയും ചെറായി ബീച്ചിലേക്ക് ആകർഷിക്കുന്ന കവാടം. ചെറായി ബീച്ചിന് സമീപം നിലകൊള്ളുന്ന മനോഹരമായ കായൽ. പള്ളിപ്പുറം ക്ഷീരോത്പാദക സഹകരണ സംഘം. ലൈഫ് പദ്ധതി പ്രകാരം പൂർത്തീകരിക്കാൻ സാധിച്ച ഭവനങ്ങളിൽ നിന്നും നമ്മുടെ നാടിന്റെ സാംസ്കാരിക നായകനായിരുന്ന സഹോദരൻ അയ്യപ്പൻ, വെള്ളിത്തിരയിലെ നിറസാന്നിധ്യമായിരുന്ന ശങ്കരാടി, രാഷ്ട്രപതിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറിയ നമ്മുടെ സ്വകാര്യ അഹങ്കാരം സിപ്പി പള്ളിപ്പുറം, സാഹിത്യകാരൻ ജോസഫ് പനക്കൽ മാഷ്, നവതാര കൃഷ്, നവതാര അങ്കണവാടി, നവതാര വയോജന വിശ്രമ കേന്ദ്രം. കോവിലകത്തുംകടവ് പടിഞ്ഞാറ് വശം പൂർത്തീകരിച്ചിട്ടുള്ള കോൺക്രീറ്റ് ടൈൽ റോഡ്. ഇരുപത്തിമൂന്നാം വാർഡ് അങ്കണവാടി. ചെറായി ബീച്ച്, കാറ്റാടി ബീച്ചിന് സമീപം പ്രവർത്തിക്കുന്ന പ്രതിഭ വായനശാല. ചെറായി ബീച്ചിൽ പ്രവർത്തിക്കുന്ന ജനകീയ വായനശാല. ചെറായി വിക്ടറിക്ക് കിഴക്ക് വശം പ്രവർത്തിക്കുന്ന സഖാവ് അഴീക്കോടൻ മെമ്മോറിയൽ ഗ്രന്ഥശാലയും വായനശാലയും. വിനോദസഞ്ചാരികളുടെ പറുദീസയായ ചെറായി ബീച്ച്